ഹലോ പറയമ്മ. ഹലോ എടാ നീയൊക്കെ എവിടെ നിൽക്കുന്ന? ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാണ്. അച്ഛന് പണിയില്ലാതെ തിരിച്ചു വന്നു. അച്ഛൻ വീട്ടിൽ വന്നു. ജോലിയില്ലായിരുന്നു അച്ഛന്. ഭയങ്കര ദേഷ്യത്തിലാമ്മ. അച്ഛൻ പട്ട കലിപ്പിൽ നിന്നേക്കുന്ന ആഴ്ചന്ന് റെഡി ആക്കിയിട്ടേ ഇരിക്കുള്ളൂ പറഞ്ഞിരിക്കുക. അപ്പോഴേ പോണ്ട. ഇവിടെ വാതിൽ തന്നെ നിന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് വാ. അച്ഛൻ വീട്ടിലുണ്ടോ? അമ്മ കൽപ്പാടെ. അച്ഛൻ ഭയങ്കര ദേഷ്യത്തില് ശബ്ദം വെച്ചോണ്ടിരിക്കുന്നത്. പോയി കഴിഞ്ഞാൽ അടുത്ത് ശരിയായി കളയാം. നീ പറഞ്ഞില്ലടാ? അമ്മ കൽപ്പില്ല. പിന്നെ മൊബൈലിൽ അതൊരു ആവശ്യം. അച്ഛൻ ഒരു കാര്യം പറയട്ടെ. നീയൊക്കെ ഒന്നും പറയണ്ട. ഇത്ര നേരം നീയൊക്കെ എവിടെയായിരുന്നു? അച്ഛൻ അതിനെ കുറിച്ച് തന്നെ എനിക്ക് പറയാനുള്ളത്. ആദ്യം ഫോട്ടോസ് ഒന്ന് നോക്കും. നീ കള്ളനാണ്. നിന്നെ നമ്പാൻ പറ്റില്ല. നീ എന്തോ ഉടായ്പം കൊണ്ടാണ് വന്നത്. ഇവരെ അച്ഛനറിയാമോ? എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇവർക്ക് അച്ഛനെ അറിയാം. അച്ഛനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഞങ്ങളുടെ പറഞ്ഞു. അച്ഛനടി ഞങ്ങൾ അടുത്തിട്ട് അച്ഛാവത്തോട് കയറ്റിയത്. എന്തോന്ന് വെച്ചാ എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ അച്ഛൻ സൂക്ഷിച്ചു നോക്കി. അച്ഛനോട് പണ്ട് പഠിച്ചതാ. എന്റെ കൂടെ പഠിച്ചതാ? ഇവരുടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മള് താമസിച്ചത്. നിങ്ങൾ എവിടെ വെച്ചിട്ടുണ്ട്? ഞങ്ങൾ വരുന്ന വഴിക്കുണ്ട്. വേറെ ചോദിച്ചാ? പിന്നെ അച്ഛനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ്. അച്ഛൻ 7ാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ അവർ ഓരോ ദിവസം ഈ വീട്ടിൽ വരും. അച്ഛനെ വിളിക്കും. അച്ഛനെ വരും സ്വീകരണമൊക്കെ തരുമെന്ന് പറയും. നമ്മളെ വീഡിയോ ആണോ? വീഡിയോ തരാണ്. അതുകൊണ്ടല്ലേ അച്ഛൻ അറിയാമെന്ന് പറഞ്ഞു. എന്നെ വിളിക്കാൻ ഫോൺ നമ്പറാ? അത് ഞാൻ കൊടുത്താ? നീ ആള് കൊള്ളാ. ഇവരെന്ന് വരുമെന്ന് പറഞ്ഞു? അത് പറഞ്ഞില്ല. അവര് വരുമെന്ന് പറഞ്ഞു. കൂട്ടുകാരുമാണ് അമ്പാടി ആരോപണം കണ്ട് ഒരു ഫോൺ നമ്പറൊക്കെ മാറ്റി എന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞു. അവരെന്നെ കാണാൻ ഒരു ദിവസം വരുമെന്ന്. ഞാൻ അവരെ കൊണ്ട് കൊടുത്തിട്ട് വെക്കും. ഫോൺ കൊടുത്തിട്ട് വെക്കും. ആറ്റിയ അമ്പലത്തിൽ വെച്ച് കണ്ട ആനിമാരെ ഫോട്ടോ ഇല്ലേ? അവർ അച്ഛനോട് പഠിച്ചൊന്നല്ലല്ലോ. ബുദ്ധി വേണോടാ, ബുദ്ധി. ആ ഫോട്ടോയൊക്കെ ഉപകാരപ്പെട്ട കണ്ട.